നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലിരിക്കുന്നത് നമ്മുടെ ആസ്ട്രോളജർ രഘുനാഥ് റാവു അവറുകളുമായിട്ടാണ്. നമസ്കാരം സർ. ഇന്ന് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ കുറച്ച് സംശയങ്ങൾ, അതായത് രത്നക്കല്ലുകൾ ധരിക്കുന്നതിനെ കുറിച്ചും മറ്റുള്ള കുറച്ച് സംശയങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ താങ്കളുടെ സഹായം നമുക്കതിൽ ആവശ്യമാണ്. അത് നമുക്ക് മെയിനായിട്ട് അറിയേണ്ടത് ഈ നവരത്ന കല്ലുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, അതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാം. ഇതിനെ പറ്റി പറയുമ്പോൾ രത്നങ്ങൾ നമ്മൾ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. നവഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ സൂര്യൻ മുതലുള്ള ഗ്രഹങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് അതിന് തത്തുല്യമായ പവർ ഭൂമിയിൽ രത്നങ്ങൾക്കാണ് കൽപ്പിച്ചിരിക്കുന്നത്. അതിന് സൂര്യൻ മുതലുള്ള ഗ്രഹങ്ങൾ ആണ് അതിൽ വരുന്നത്. ഇപ്പൊ സൂര്യൻ എന്ന് പറയുമ്പോൾ ഓരോ ഗ്രഹത്തിനെയും റെപ്രസെന്റ് ചെയ്യുന്ന ഓരോ സ്റ്റോൺസ് ഉണ്ട് അല്ലേ? ഇത് ഏതൊക്കെയാണെന്നൊന്ന്. സൂര്യനെ പ്രതിദാനം ചെയ്യുന്നത് മാണിക്യമാണ് ഭൂമിയിൽ. ഇംഗ്ലീഷ് റൂബി എന്ന് പറയും. ചന്ദ്രന് വരുന്നത് മുത്താണ്. പിന്നെ വരുന്നത് ചൊവ്വയുടേതാണ്, കുജന്റെ വരുന്നത് പവിഴമാണ്, ചെമ്പവിഴം. അത് കഴിഞ്ഞ് വരുന്നത് ബുധനാണ്. ബുധൻ ഗ്രഹത്തിന്റെ തുല്യമറ്റൊന്ന് യമനാണ്, മരതകപ്പച്ച എന്ന് പറയും. അത് കഴിഞ്ഞ് വരുന്നത് വ്യാഴം, ഗുരുവിന്റെ സ്ഥാനം. ഗുരുവിന് പ്രതിദാനം ചെയ്ത് വരുന്ന രക്ത പുഷ്യരാഗം എന്ന് പറയും, ഇംഗ്ലീഷിൽ യെല്ലോ സഫയർ. പിന്നെ വരുന്നത് ശുക്രനാണ്. ശുക്രന് വരുന്ന രത്നം എന്ന ഡയമണ്ട് ആണ്, വജ്രം. പിന്നെ വരുന്നത് ശനിയാണ്. ശനിയുടേത് ഇന്ദ്രനീലമാണ്, അതിന് ബ്ലൂ സഫയർ എന്ന് പറയും. ഇപ്പൊ നമ്മൾ ഈ രത്നങ്ങള് തെരഞ്ഞെടുക്കുന്നതിന്റെ ഒരു രീതി ഉണ്ടാവുമല്ലോ, എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ രത്നങ്ങൾ തിരഞ്ഞെടുക്കുന്നത്? യഥാർത്ഥത്തില് ജ്യോതിഷപരമായിട്ട് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ജാതകത്തിലെ ലഗ്നത്തിന്റെ പൊസിഷൻ വെച്ചിട്ടാണ്, പ്ലാനറ്റിന്റെ പൊസിഷൻ വെച്ചിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. ചിലർ രത്നങ്ങൾ ധരിക്കുന്നത് അവരുടെ നക്ഷത്രത്തിന്റെ ദശാകാലങ്ങൾ വെച്ച് ധരിക്കുന്നവരുണ്ട്. അപ്പോ എന്തൊക്കെയാണ് നമ്മൾ കരുതേണ്ടത്? മീൻസ് ഇപ്പോ എനിക്ക് എന്റെ രത്നം ഏതാന്ന് എനിക്ക് അറിയില്ല, ഇപ്പൊ ഞാൻ ഏത് രത്നമാണ് ധരിക്കേണ്ടത് എന്ന് ഞാൻ അറിയണമെങ്കിൽ എന്താണ് അതിനെ ആശ്രയിച്ചിരിക്കുന്നത്? ജാതകം ഉള്ളവർക്കാണെങ്കിൽ അതിൽ ഗ്രഹനില എന്നുള്ള ഒരു പോർഷൻ, രാശികളെ സൂചിപ്പിക്കുന്ന ഗ്രഹ പട്ടിക അതിലുണ്ടാവും. അതില്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ജനിച്ച സ്ഥലവും ജനിച്ച സമയവും ആ 3 വിഷയങ്ങൾ കറക്റ്റായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്രഹനില, ആ പ്ലാനറ്റിന്റെ പൊസിഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രത്നങ്ങൾ ധരിക്കുമ്പോൾ കൂടുതൽ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പം ജാതകം കയ്യിലില്ലാത്തവർക്കും ഗ്രഹനില നമുക്ക് ക്രിയേറ്റ് ചെയ്ത് ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലേ? ജനിച്ച ഡേറ്റ് ഓഫ് ബർത്തും ജനിച്ച സ്ഥലവും ജനിച്ച സമയവും തീയതി എല്ലാം അറിഞ്ഞിരുന്നാൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഈ രത്നങ്ങൾ ധരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണവും ദോഷവും ഉണ്ടാവുമല്ലോ, എല്ലാത്തിനും ഒരു എന്താണ് അത്, എന്തൊക്കെയാണ് ഗുണങ്ങൾ? നോക്കി കറക്റ്റായിട്ട് അതിന്റെ പൊസിഷൻ അടിച്ച് ധരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഗുണം, നമ്മൾ ജാതകത്തിൽ നമ്മൾ വിശ്വസിക്കുന്ന എല്ലാവർക്കും തന്നെ അതിൻ്റെതായ ഗുണം ഈ രത്നധാരണത്തിലുണ്ട്. അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, എത്രയോ നൂറ്റാണ്ടുകൾക്ക് ആൾക്കാർ ധരിച്ചു കൊണ്ടുവന്നാണ്. ഇപ്പോഴതിന് കൂടുതൽ ആൾക്കാർ അതിലോട്ട് കൂടുതൽ ആവേശപ്പെട്ട് വരുന്നുണ്ട്, ആഗ്രഹപ്പെട്ട് വരുന്നുണ്ട്, ധരിക്കുന്നുണ്ട്. പണ്ടുള്ളതിനെക്കാട്ടും എൻ്റെ ഇപ്പോഴും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. പണ്ട് ഒരു ആൾക്കാർ ധരിക്കണമെങ്കിൽ ഇതിനെ ഒരുപാട് സാമ്പത്തികമായ ഒരു ചിലവുള്ളതുകൊണ്ട് അങ്ങനെ ധരിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ നക്ഷത്രക്കാർക്കാണോ അതോ അവരുടെ ഗ്രഹനിലയ്ക്കാണോ പ്രാധാന്യം? ഇതിന് ഈ രത്നം ധരിക്കുമ്പോൾ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ധരിക്കുന്നതാണ് ഉത്തമം. ചില ഇതില്ലാത്തവർ, ചിലപ്പോൾ അറിഞ്ഞു കൂടാത്തവർ അവരെ നക്ഷത്രം വെച്ച് ധരിക്കും. അതവർക്ക് കൂടുതലും ഉപകരിക്കുന്നത് ദശാകാലങ്ങൾ മാത്രമായിരിക്കും. അവര് ദശാകാലങ്ങൾക്കുള്ള രത്നമായിരിക്കും ചിലപ്പോൾ അവർ ധരിക്കുന്നത്. പൊതുവെ കേൾക്കാറുണ്ട് രാശിക്കല്ലും ഭാഗ്യരത്നക്കല്ലും എന്ന്. എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള? ജനിക്കുമ്പോൾ ലഗ്നത്തെ സൂചിപ്പിക്കുന്നതാണ് ജന്മരത്ന കല്ലെന്ന് പറയുന്നത്. അതിന്റെ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹത്തെ സൂചിപ്പിക്കുന്നതാണ് ഭാഗ്യരത്നക്കല്ല്. ഇപ്പോൾ ലൈഫ് ലോങ് ഇടണമെങ്കിൽ ഏത് കല്ലാണ്? ലഗ്നത്തിൽ ലഗ്നപ്രകാരം, ആ ജാതകന്റെ ലഗ്നപ്രകാരം ധരിക്കുന്നതായിരിക്കാം, ആയുഷ്കാലം വരെ ധരിക്കാം. ആദ്യം നേരത്തെ പറഞ്ഞ നക്ഷത്രം വെച്ച് ധരിക്കുമ്പോൾ നക്ഷത്രത്തിന്റെ ദശാകാലങ്ങൾ മാത്രമേ നമുക്കത് നമ്മളെ സപ്പോർട്ട് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത ദശയ്ക്കുള്ള സ്റ്റോൺ ധരിക്കേണ്ടി വരും. അതായത് ഒരു ടൈം പീരീഡ് കഴിയുമ്പോൾ അത് ചേഞ്ച് ചെയ്ത് നമ്മൾ ഭാഗ്യരത്നക്കല്ലാണ് ധരിക്കുന്നതെങ്കിൽ, ഭാഗ്യരത്നമായാലും ജന്മരത്നമായാലും നക്ഷത്രം വെച്ച് ധരിക്കുകയാണെങ്കിൽ അങ്ങനെ മാറ്റേണ്ടി വരും. ജാതകത്തിന്റെ ലഗ്നത്തെ അത് പ്രകാരമാണ് ധരിക്കുന്നതെങ്കിൽ ആ വ്യക്തിക്ക് ആയുഷ്കാലം വരെ ഈ രത്നം തന്നെ ധരിച്ചാൽ മതി. ദശാകാല മാറ്റങ്ങളൊന്നും ബാധകമാവില്ല. എല്ലാ ദശാകാലങ്ങളെയും ഇത് നമ്മളെ അതിജീവിച്ച് ഇതിനോട്ട് സപ്പോർട്ട് ചെയ്ത് പോകും. ഈ ഭാഗ്യരത്നക്കല്ലും നമ്മുടെ രാശിക്കല്ലും ഇപ്പോൾ താങ്കൾ പറഞ്ഞത്, ഇപ്പൊ ഇത് ധരിക്കുന്നതിന് എന്തെങ്കിലും ഒരു പ്രത്യേക രീതിയോ മറ്റോ ഉണ്ടോ?
ഉണ്ട്. ഓരോ രത്നം ധരിക്കുന്നതിന് ഓരോ ദിവസം നമ്മുടെ ശരീരത്തിൽ ഓരോ വിരലുകൾ, ആ വിരൽ വലത് കൈയാകാം ഇടത് കൈയാകാം, ഇതിന് പ്രത്യേക പർട്ടിക്കുലർ ചില വലതും ഇടതും എങ്ങനെയാണ് നിശ്ചയിക്കുന്നത്? ഇപ്പൊ ജെൻസിന് റൈറ്റ് ഹാൻഡ് അങ്ങനെയാണോ? അല്ല അത് ഇതിൽ വരുന്നില്ല. അത് മറ്റ് ചില ശാസ്ത്രങ്ങൾക്ക് പുരുഷന് വലത് കൈയും സ്ത്രീകൾക്ക് ഇടത് കൈയും എന്ന് പറയുമെങ്കിൽ രത്നധാരണത്തിന് മൊത്തത്തിൽ ഓരോ രത്നത്തിന് ഇന്ന ബെഡലുകൾക്ക് പ്രാധാന്യമുണ്ട്. അത് തന്നെ സ്ത്രീക്കും പുരുഷനും ധരിക്കാവുന്നതാണ്. അപ്പൊ ലേഡീസിനാണെങ്കിലും ചില രത്നങ്ങൾ വലത് കൈയിലും ധരിക്കാം. ഓക്കെ. ഈ രത്നങ്ങളെ രത്നം ധാരണം ലഗ്ന പ്രകാരം ധരിക്കുമ്പോൾ വലത് ഇടതല്ല നോക്കാറുള്ളത്. ഈ രത്നം ഏത് കയ്യില് ഏത് വിരലിലാണ് നമുക്ക് ധരിക്കാവുന്നത്, ആ ശാസ്ത്രപ്രകാരം തന്നെ ധരിക്കുന്നതായിരിക്കും ഉത്തമം. ഓക്കെ. പിന്നെ നമുക്കറിയേണ്ടത് പൊതുവെ കസ്റ്റമേഴ്സ് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഇതിനെന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ധരിക്കാമോ, പകരക്കാരനെ ആരെങ്കിലും ആശ്രയിക്കാമോ എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എപ്പോഴും നമ്മള് പകരക്കാരൻ എന്ന് പറയുമ്പോൾ തന്നെ വാക്കിൽ തന്നെ ഉണ്ടല്ലോ പകരം. നമ്മൾ ചെയ്യുന്നത് പോലെ പകരക്കാരനാകണമെന്നില്ല. അപ്പൊ അങ്ങനെ പകരത്തിന് അതിന്റെ നമ്മൾ ചെയ്യുന്നത് പോലെ ആവില്ല പകരക്കാരൻ ആ വിഷയത്തെ കാണുന്നു പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ കല്ലിനും അതിൻ്റെതായ ഒരു ശതമാനക്കുറവുണ്ടാവും. അതുപോലെ രത്നം എന്ന് പറയുമ്പോൾ ആ രത്നത്തിന്റെ പകരക്കാരനും ഇതേ സ്വഭാവം ഉണ്ടാവും. ആ പകരത്തിന് എന്ന് പറയുമ്പോൾ ആ ഊർജ്ജത്തിൽ കുറച്ച് കുറവ് അനുഭവപ്പെടും. എന്തായാലും താങ്കളുടെ വിലയേറിയ സമയം നമ്മുടെ ഒപ്പം ചെലവഴിച്ചതിൽ വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച് സർ. ഇന്ന് നമ്മുടെ രത്നങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾക്ക് ചെറിയൊരു നിവാരണമായി കാണും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും രത്നക്കല്ലുകളെ കുറിച്ച് സംശയമുണ്ടെങ്കിൽ ട്രിവാൻഡ്രം MG റോഡ് ഷോറൂമിൽ എല്ലാ ചൊവ്വാഴ്ചകളിലും വൈകുന്നേരം 4 മുതൽ 7 വരെ ഇദ്ദേഹത്തിന്റെ സേവനം തീർത്തും സൗജന്യമാണ്. അപ്പോൾ വീണ്ടും നമുക്ക് ഇവിടെ കാണാം. നന്ദി, നമസ്കാരം.